മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന പൂർണ്ണമായ ബോധ്യത്തോടും അതിലേറെ എന്നെ ഇതുവരെ നടത്തിയ നല്ല ദൈവത്തോടുമുള്ള നന്ദി നിറഞ്ഞ ഹൃദയവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു കർഷകനായ അപ്പൻ്റെ 10 മക്കളിൽ 9ാമത്തെ ആളാണ് ഞാൻ. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു ഞെട്ടലുണ്ടാവും. നല്ല വലിയൊരു കൂട്ടുകുടുംബം, മനോഹരമായൊരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. അപ്പൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 10 മക്കളിൽ ഒരാളെങ്കിലും ഒരു ടീച്ചറായിട്ട് കാണണമെന്ന ഒരാഗ്രഹം. അങ്ങനെയാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് അപ്പനും അമ്മയും ഇല്ല. അപ്പനും അമ്മയ്ക്കും എൻ്റെ പ്രണാമം. എൻ്റെ 4 ചേച്ചിമാരും അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ബന്ധുവീടുകളാണ് മഠങ്ങൾ. കാരണം എൻ്റെ 4 ചേച്ചിമാർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ബന്ധുവീടുകളിലേക്കുള്ള സന്ദർശനം പോലെയാണ് എനിക്ക് മഠം സന്ദർശനം. 2.5 വയസ്സായപ്പോൾ മൂത്ത ചേച്ചി പോയി. അപ്പം അന്ന് തൊട്ട് കാണുന്നതാണ് മഠവും സിസ്റ്റേഴ്സുമായിട്ടൊക്കെയുള്ള ബന്ധം. സത്യം പറഞ്ഞാൽ ആ ഒരു ബന്ധമാണ് നമ്മുടെ വ്യക്തിത്വത്തിന് നല്ല ഒരു മനോഹാരിത പകർന്നു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 ചേച്ചിമാരുടെ 2 ചേച്ചിമാർക്കും കൂടെ വന്നിട്ടില്ല. 2 പേരൂടെ വന്നിരുന്നു. അവർ നല്ല പ്രായമുണ്ട്, പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. പോയിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ ചേച്ചിമാരെ പോലെ തന്നെ 4 സിസ്റ്റേഴ്സ് ഇന്ന് എൻ്റെ ഒപ്പം റിട്ടയർ ചെയ്യുന്നുണ്ട്. തികച്ചും കോയിൻസിഡൻസ്. 4 ചേച്ചിമാരോടൊപ്പം തന്നെ എൻ്റെ ആങ്ങളമാർ, ചേച്ചിമാർ, അനുജത്തി, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ, കാരണം എന്നെ ഞാനാക്കി മാറ്റാൻ എന്നെ സഹായിച്ച എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ അടുക്കളയിൽ കുറച്ച് സമയം വേണ്ടിയെടുത്താൽ മതി. ബാക്കി സമയമൊക്കെ എന്തെങ്കിലും വായിക്കുമെന്ന് പറഞ്ഞു പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ പ്രിയ ഭർത്താവ് ഫ്രാൻസൻ ചേട്ടൻ, എൻ്റെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായഹസ്തങ്ങളുമായി എപ്പോഴും എൻ്റെ കൂടെയുള്ള മക്കൾ, ഇപ്പോൾ മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഇപ്പോൾ മരുമക്കളോടും ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരും ജിത്തു, കിരൺ, സാനിയ, മരിയ, കുഞ്ഞുമക്കളെല്ലാവരോടും ഞാനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും സാനിയ മരിയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവരെയൊക്കെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാറുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഏറെ കരുതലോടും സ്നേഹത്തോടും കൂടി അന്ന് അമ്മ നോക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ വരെ എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മിയോട് വന്നിട്ടുണ്ട്. മമ്മിക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അപ്പോൾ മമ്മിയുടെ സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങൾ, അനിയന്മാർ, എൻ്റെ അനിയത്തിമാർ, അവരൊക്കെ എപ്പോഴും ചേച്ചിക്ക് ഒരു കരുതലും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയാം. ഇനി ഞാൻ പെർമനൻ്റ് ആയത് ചേലൂർ സ്കൂളിലാണ്, മാള അടുത്തുള്ള കല്ലൂർ സ്കൂളിലാണ് പെർമനൻ്റ് ആയത്. ഒരു 3 വർഷം അവിടെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ചേലൂർക്ക് ട്രാൻസ്ഫറായി വന്നു. 9 വർഷം ചേലൂരുണ്ടായിരുന്നു. തുടർന്ന് ഒരു ദൈവനിയോഗം പോലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ ക്രിസ്ത്യനെ കോർപ്പറേറ്റ് മാനേജറായിരുന്നു. ആ സമയത്താണ് സിസ്റ്ററിൻ്റെ കയ്യൊപ്പോടുകൂടി ഞാൻ ഈ വിദ്യാലയത്തിലേക്ക്
ടീച്ചർമാരാണെങ്കിൽ അധ്യാപകരെ മോൾഡ് ചെയ്യുന്നത് പ്രധാന അധ്യാപകരാണ്. ആദ്യമായി വിദ്യാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കർശനമായ നിലപാടുകളും മുഖം നോക്കാതെയുള്ള നടപടികളും ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച സ്നേഹവും അതൊരു വസ്തു. ഒപ്പം തന്നെ ഒരു പിയൂണോ ക്ലർക്കോ ഒന്നുമില്ലാത്ത ഒരു വിദ്യാലയത്തിൻ്റെ A to Z കാര്യങ്ങൾ നമ്മളെ അടുത്തിരുത്തി സ്നേഹത്തോടുകൂടെ പഠിപ്പിച്ചു തന്ന എൻ്റെ ആദ്യ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അബീലിയ. സിസ്റ്ററെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ നന്ദിയോടുകൂടെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സിസ്റ്ററിൻ്റെ കൂടെ അടുത്തിരുത്തിയിൽ 2 വർഷം ഉണ്ടായിരുന്നു, കല്ലൂരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 വർഷം സിസ്റ്ററെ ഞാൻ കാണാൻ പോയിരുന്നു. സിസ്റ്ററിനെ ഇപ്പോൾ ശരിയൊക്കെ കേൾക്കുന്നില്ല, ഓർമ്മയും നന്നായി കുറവുണ്ട്. എന്നിരുന്നാലും ആ 4 വർഷം എൻ്റെ കരിയറിലെ അധ്യാപിക എന്നതിൻ്റെ അടിത്തറ പാകുന്നതിൽ സിസ്റ്റർ വഹിച്ച പങ്ക് വലിയ പങ്കായിരുന്നു. അന്നൊക്കെ ബോർഡുകളിൽ നിന്നിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ടൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുക. സ്കൂൾ വിട്ടാൽ ചായ കുടിച്ചു വീണ്ടും സ്കൂളിലേക്ക്, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനുശേഷം എനിക്ക് ഒരു 10-12 വർഷം ആ അടിത്തറയ്ക്ക് മുകളിൽ കെട്ടിപ്പോകാൻ എന്നെ സഹായിച്ചത് ആത്മീയതയുടെ ചൂടും ഊഷ്മളവും പകർന്നുകൊണ്ട്, ഒപ്പം തന്നെ സമർപ്പണ മനോഭാവത്തോടെ ആയിരിക്കണമെന്ന നല്ല മാതൃക നൽകി ഒരു 10 എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു 13 വർഷത്തോളം സിസ്റ്റർ ബെറ്റ്സിയുടെ കൂടെയാണ്. ആ നീണ്ട 13 വർഷങ്ങൾ നമ്മളെ പരിമപ്പെടുത്താൻ ഏറെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ ഇവിടെ എടുത്ത് പറയാണ്. സിസ്റ്റർ ബെറ്റ്സി കോർപ്പറേറ്റ് മാനേജർ കൂടിയായ സിസ്റ്റർ ബെറ്റ്സിക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി. ഇനിയും കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരെ വെച്ച് പറയുകയാണെങ്കിൽ തെറ്റാതെ തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, അതെടുത്ത് നടപ്പിലാക്കുന്ന വേഗത, തികഞ്ഞ ദൈവാശ്രയത്വം, കുട്ടികളുടെയും വിദ്യാലയത്തിൻ്റെയും വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ജീവിത ശൈലി കൊണ്ട് ശ്രദ്ധേയമായ എൻ്റെ മുൻ ഹെഡ് മിസ്ട്രസ്മാരായ സിസ്റ്റർ ജിൻസ്, സിസ്റ്റർ പ്രിയ, സിസ്റ്റർ മേരീസ്, സിസ്റ്റർ റൂബി, സിസ്റ്റർ ഫെലിസി, ഇത്രയും പേര് എൻ്റെ ഞാനിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മുൻ ഹെഡ് മിസ്ട്രസ്മാരെല്ലാവരും തന്നെ അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നു. അവർ വിളിക്കാറുണ്ട്, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നലെയും കൂടെ വിളിച്ചു, ഞങ്ങളൊപ്പമുണ്ട് എന്നുള്ള ആ ഒരു സപ്പോർട്ട്, കരുതൽ, അവരുടെ പ്രാർത്ഥന, അതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വിദ്യാർത്ഥികളിലെ കലാവാസന ഈ അവസരത്തിൽ അവർക്കൊക്കെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സഹ അധ്യാപികയെ ഓർക്കുകയാണ്. കാരണം നമ്മളൊക്കെ സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാണുന്നവർക്ക് അത് എന്തുമാത്രം ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, പക്ഷെ അവതരിപ്പിക്കുന്നവർ അത് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ കുട്ടികളിലെ കലാവാസനയെ വളർത്തി വലുതാക്കിയതോടൊപ്പം തന്നെ അധ്യാപകരിലെ കലാവാസന കണ്ടെത്തി തിരുവാതിരക്കയും സംഘഗാനവും പഠിപ്പിച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേജിൽ കയറ്റിയ ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് സുമതി ടീച്ചർ. ടീച്ചറെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ടീച്ചർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുകയാണ്. അധ്യാപകർ എന്ന ഈ മഹത്തായ ശുശ്രൂഷയിൽ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളാണ് ഞങ്ങളുടെ വലിയ സമ്പത്ത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പഠിച്ചിരുന്ന സമയത്തും പഠിച്ച് വലിയവരായി തിരിച്ചു വന്ന് മുന്നിൽ വന്ന് നിന്ന് ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ അതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. എന്നെ സംബന്ധിച്ചിടത്തോളം 16 വർഷം 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും പഠിപ്പിച്ച് കടന്നുപോയ കുറേ കുട്ടികളൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ടീച്ചറെ, അന്ന് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞങ്ങളുടെ ഊർജം, നിങ്ങൾ തരുന്ന വലിയ അംഗീകാരം. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങളുടെ മകളെയോ മകനെയോ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞ നല്ല വാക്കുകളാണ് ഒരു അധ്യാപകന് എന്നും ഊർജമായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നിങ്ങൾ
ആവോളം എനിക്ക് നൽകിയിട്ടുമുണ്ട്. ഇനിയും ഇന്ന് ഈ സ്റ്റേജിൽ ആശംസകൾ അറിയിച്ചവർ, ഈ ആഘോഷ പരിപാടികൾ ഭംഗിയാക്കാൻ സഹായിച്ച PTA, രക്ഷിതാക്കൾ, പ്രിയ കുട്ടികൾ, എല്ലാവർക്കും നന്ദി. കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശമായ എൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്ററിനെ സീനിയർ ടീച്ചർ അൽസി ടീച്ചർ മുതൽ ലിവ ടീച്ചർ വരെയുള്ളവർ, എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും കടന്നു കയറിയ ഈ കാലഘട്ടത്തിൽ അറിവ് ലഭിക്കാൻ കുട്ടികൾക്ക് മുന്നിൽ ധാരാളം ആദായങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയുടെ മുഖമൊന്ന് വാടിയാൽ അവനെ ഒന്ന് മനസ്സിലാക്കാൻ, അവനെ ഒന്ന് തലോടാൻ, അവനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ, അതാണ് ഒരു ടീച്ചറിൻ്റെ വിജയമെന്ന് ഞാൻ എൻ്റെ 36 വർഷത്തെ കൊല്ലങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം അതാണ്. എൻ്റെ ഈ 36 വർഷത്തെ ഒരു 3 വ്യാപകത്വക്കാലം എന്ന് പറയാം. അതിനെ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആദ്യ കാലഘട്ടമൊക്കെ വളരെ കർശനമായ ശിക്ഷണം നൽകി പോന്ന ഒരു കാലഘട്ടമാണ്. 88-ൽ തുടങ്ങിയ അധ്യാപന സൗകര്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി ഈ 36 വർഷമായപ്പോഴേക്കും. അപ്പം ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ റിട്ടയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിശ്രമ ജീവിതം എന്നതിന് അർത്ഥമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ എന്നെ ചേർത്ത് നിർത്തിയ, എന്നെ കരുതിയ എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.